നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വെയിലിന് തൊട്ട് പിന്നാലെ കനത്ത മഴ, രാത്രിയിൽ കൊടും തണുപ്പ്. ഈ മാറുന്ന കാലാവസ്ഥയുടെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ടാകും. പ്രളയവും കൊടുങ്കാറ്റും കൊടും വെയിലും നിരവധി മനുഷ്യൻ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലകങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന അവസ്ഥ. ഇതിനിടെ മാറുന്ന കാലാവസ്ഥയുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച കൗണ്ട് ഡൗൺ ഓൺ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന ആഗോള റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മുടെ കൊച്ചു കേരളം കനത്ത ചൂടിലൂടെയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വരുന്ന മഴയിലൂടെയും ഒക്കെ എല്ലാം കൂടി കലങ്ങിയ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ ചൂട്. ഫെബ്രുവരി അവസാനമായപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിലെ കത്തുന്ന വേനലിനേക്കാൾ ചൂടാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയത്. മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം ജില്ലകളിലെല്ലാം തന്നെ ചൂട് മുന്നറിയിപ്പും നൽകിയിരുന്നു. വീടിനകത്തിരിക്കുമ്പോൾ പോലും എന്തൊരു ചൂടെന്ന് മലയാളികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3-ാം മാസത്തേക്ക് കടക്കുകയാണ്. ഇനി മാർച്ച് മാസത്തിൽ പക്ഷേ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്നാണ് നിലവിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥാ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെയാണ് ചൂടും മഴയും എല്ലാം കേരളത്തിന്റെ കാലാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കൃത്യമായി നമുക്ക് ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ കാലാവസ്ഥയാവും ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും. ഇപ്പോൾ ജൂണൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും ഇനി മഴയാണ്, മഴ തുടങ്ങാറായി. ഡിസംബർ ആകുമ്പോൾ പറയും ഇനി തണുപ്പായിരിക്കും. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളെല്ലാം തന്നെ കനത്ത ചൂടിന്റെ മാസങ്ങളാണ് എന്നൊക്കെ നമ്മൾ പണ്ട് കൃത്യമായിട്ട് ഏത് കൊച്ചുകുട്ടികൾക്ക് വരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി. കാരണം എല്ലാം തകിടം മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏറ്റവും ഒടുവിലായി വന്ന മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരി 28 വരെ കനത്ത ചൂട് പറഞ്ഞിരുന്ന സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാധ്യതയാണ് ഒറ്റ രാത്രി കൊണ്ട് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ കിഴക്കൻ കാറ്റിന്റെ സ്വാധീന ഫലമായി മധ്യ തെക്കൻ കേരളത്തിൽ പലയിടങ്ങളിലായി മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ കൂടാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാൾ ഈ പറഞ്ഞ പോലെ 2-3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷത്തിലെ സാധ്യതയുണ്ടെന്നും സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. മാറിവരുന്ന കാലാവസ്ഥയോടും ഈ ഏറിവരുന്ന ആഗോള താപനത്തോടും ഭൂമി ഇപ്പോൾ പൊരുതുകയാണ്. ഏറ്റവും ചൂടേറിയ നൂറ്റാണ്ടിലൂടെയാണ് ഭൂമി ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവനും കൃഷിക്കും പ്രകൃതിക്ക് തന്നെയും ദോഷകരമാകുന്നതാണ് ഈ വ്യതിയാനങ്ങൾ. ഹരിതഗൃഹ പ്രഭാവത്തിന്റെയും എൽ നിനോ പ്രതിഭാസത്തിന്റെയും ഫലമാണ് നിലവിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നിലെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിന്റെ കീഴ്ഭാഗങ്ങളിലും താപനില ഉയരുന്ന പ്രതിഭാസമാണ് ആഗോള താപനം. ഓരോ വർഷം കഴിയും തോറും അന്തരീക്ഷത്തിലെ താപനില ഉയർന്നു വരുന്നത് കാണാനാകും. ഈ രീതി വരും വർഷങ്ങളിലും തുടരും. അതായത് താപനില വരും വർഷങ്ങളിൽ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാകുമെന്ന് സാരം. ഭൂമിയിൽ ജീവൻ ഉടലെടുത്തത് മുതൽ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായെന്നും നമുക്കറിയാം. ശരാശരി താപനില 2 ഡിഗ്രി സെൽഷ്യസിലധികം കൂടിയാൽ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. തീരദേശങ്ങളിലുള്ളവരായിരിക്കും ഇതുമൂലം ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുക. നിരവധി രാജ്യങ്ങളിൽ തീവ്രമായ വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും ഉണ്ടാവുകയും മഴക്കാടുകൾ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. കടലുകളിലെ പവിഴപ്പുറ്റുകളും ചിപ്പികളും നശിക്കുകയും ഭക്ഷ്യശൃംഖല മുറിയുകയും ചെയ്യുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു.
കാലാവസ്ഥാ പ്രതിസന്ധി ആരോഗ്യ പ്രതിസന്ധി കൂടിയാണ്. ഗ്രഹം ചൂടാകുമ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ ആവർത്തിയും തീവ്രതയും വർദ്ധിക്കും. ഒരു പ്രദേശത്തെയും അത് സ്പർശിക്കാതെ വിടുകയില്ലെന്നും പല റിപ്പോർട്ടുകളും പറയുന്നു. അതായത് ഇനി വരും വർഷങ്ങളിൽ ഈ കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിയിൽ സംഭവിക്കും. അത് നമ്മുടെ ലോകത്തിന്റെ പല കോണുകളിലും അതിന്റെ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. കേരളത്തിലുള്ള നമ്മളാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പല പഠനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.